ഇന്ന് ഞാനൊരു ഈസി പൊറോട്ട കാണിക്കാനാണ് വന്നത്. അതിന് വേണ്ടി 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വേണ്ടത് ഒരു മുട്ടയാണ്. അതും മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് ഈ ചോറെടുത്ത അതേ ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി മിക്സിയിൽ നിന്ന് നല്ലപോലെ അടിച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പം നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതേ കപ്പിൽ 2 കപ്പ് മൈദ മാവാണ് ഇടുന്നത്. നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടി പൊടിയിടുക. ഇനിയിപ്പോൾ 1 ടീസ്പൂണോളം നെയ്യ് ഇടുന്നുണ്ട്. നെയ്യ് ഒഴിക്കുന്നില്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. ഞാൻ നെയ്യാണ് ഒഴിച്ചത്. പിന്നെ കുഴച്ചിട്ട് വെള്ളം ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൊടിയിടുക. ഞാൻ 2 ടേബിൾ സ്പൂണോളം കൂടി പൊടിയിടുന്നുണ്ട്. പൊടിയിട്ട് വീണ്ടും കുഴച്ച് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നല്ലപോലെ കുഴച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി എണ്ണയാക്കി നല്ലപോലെ അടച്ച് വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇതിനെ 2ആയി ഭാഗിച്ച് ഒരു ഭാഗം നമുക്ക് കുഴച്ചെടുക്കാം. ഇതിനെ 2ആയി ഭാഗിക്കാം. ഇനി ഇതിനെ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ച് അടച്ച് വെക്കാം. ഇത് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലപോലെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനെക്കാട്ടും നൈസായി പരത്തി അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ, ഞാൻ നെയ്യാണ് സ്പ്രെഡ് ചെയ്തത്. പിന്നെ കുറച്ച് മൈദ മാവ് കൂടി സ്പ്രെഡ് ചെയ്ത് ഇനി ഇതിനെ നല്ല റോളാക്കി എടുക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്യാം. ഓരോരോ പൊറോട്ടേൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉരുട്ടി വെക്കാം. ഇനി ഓരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് പരത്താം. ഒരു പൊറോട്ടേൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്ന് ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് ചുടുന്ന പൊറോട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ പൊറോട്ട ഓരോന്നായി ചുട്ടെടുക്കുന്നുണ്ട്. നല്ലപോലെ പൊന്തിയൊക്കെ വരും. ഇപ്പം എല്ലാ പൊറോട്ട ആയിട്ടുണ്ട്. വളരെ ഈസി ആയി ചുടുന്ന ഈ പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.